നമസ്കാരം. അപ്പം നമ്മുടെ രാജ്യം ഒരു പ്രത്യേക കണ്ടീഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഏത് നിമിഷം ഒരു വാറൊക്കെ വരാം. സോ ഇപ്പം നിലവിൽ ലീവിൽ നാട്ടിൽ പോയിട്ടുള്ള എല്ലാ സോൾജേഴ്സിനെയും ഗവൺമെൻറ് റീകോൾ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ അവരുടെ ജോലി സ്ഥലങ്ങളിൽ പോകുന്നത് ട്രെയിനിനകത്തായിരിക്കും. ട്രെയിനിൽ ഇപ്പം ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല, അവർ റിസർവേഷൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാണ്ട് ഇത്രയും ദൂരമൊക്കെ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പോകേണ്ട ഒരു സാഹചര്യമാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പം നിങ്ങളുടെ ജേണിയിൽ ഏതെങ്കിലും സോൾജേഴ്സിനെ ഇതുപോലെ ബുദ്ധിമുട്ടി നിങ്ങൾ കാണുവാണെങ്കിൽ, അവരിപ്പോൾ നിങ്ങളോട് വന്ന് പറയത്തില്ല ഞാൻ ഒരു സോൾജർ ആണെന്നൊന്നും, നിങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും വ്യക്തമാക്കത്തില്ല. പക്ഷേ TT ആരോട് സംസാരിക്കുന്നത് കാണാം. എനിക്കൊരു സീറ്റ് തരുമോ, അങ്ങനെയൊക്കെ വന്ന് നിങ്ങളോട് സംസാരിച്ചിരിക്കാം. വിത്ത് TTയുടെ ഒരു പെർമിഷനോട് കൂടി അവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പം പുതിയ റൂൾസ് പ്രകാരം നമുക്ക് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ടിക്കറ്റ് കൺഫേം ആവാതെ കയറാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിലൊക്കെ TTRും കൂടി ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ ഇവരെ സുഖമായിട്ട് നമുക്ക് അവരുടെ ജോലി സ്ഥലങ്ങളിൽ എത്തിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ പൊതുജനങ്ങളും, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റാഫും, ഈ സമയങ്ങളിൽ ജോലി ചെയ്യുന്ന റെയിൽവേ സ്റ്റാഫും നമ്മുടെ പട്ടാളക്കാരെ വളരെ സന്തോഷമായിട്ട്, വളരെ സുരക്ഷിതമായിട്ട് അവരുടെ ജോലി സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. നമുക്ക് നമ്മുടെ രാജ്യത്തോട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യമാണിത്. അപ്പോൾ എല്ലാവരും, നമ്മുടെ ഒരു പട്ടാളക്കാരും ടോയ്ലറ്റിൻ്റെ സൈഡിനോ അല്ലെങ്കിൽ വാതിൻ്റെ സൈഡിനോ ഇരുന്നും ഞെങ്ങിയും യാത്ര ചെയ്ത് അവരുടെ ജോലി സ്ഥലങ്ങളിൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. എല്ലാവരും ഒന്നിച്ച് കൈകോർക്കണം. താങ്ക് യു.